വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. ഇത് ഖുർആനിലെ അർജൽ ആയത്ത് ഫിൽ ഖുർആൻ. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത്. കാരണം എന്താ? തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹ് കൊടുക്കും. തങ്ങൾ പറയാ, എന്റെ ഉമ്മത്തികളിൽ അവസാനത്തെ ആളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതെ ഞാൻ ഇഷ്ടപ്പെടൂല, എനിക്ക് പൊരുത്താവൂല. അപ്പൊ തങ്ങൾക്ക് പൊരുത്താവും വരെ കൊടുക്കുന്നല്ലേ അള്ളാഹ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേ നിബിതങ്ങൾക്ക് പൊരുത്താവുള്ളൂ. അപ്പൊ അതും അള്ളാഹു നിബിതങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന അർജൽ ആയത്ത് ഫിൽ ഖുർആനാണിത്. റസൂലുള്ളാഹി തങ്ങൾ ഈ ഒരു വസിയത്തിൽ പറഞ്ഞ വിഷയം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അന്ത്യമാണ്. ഖാത്തമുൻ നുബുവ്വ, അവിടുന്ന് അന്ത്യപ്രവാചകരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുബശ്ശിറാത്ത്, സത്യസന്ധമായ സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നല്ല സ്വപ്നങ്ങൾ. അത് മിസ്ല ഫലഖിൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടരുന്ന പോലെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്യും. ചില സ്വപ്നങ്ങൾ വരാറുണ്ട്. നോട്ടീസ്, മക്കയിലെ ഹറമിലെ ഇമാം അഹ്മദ് ഇന്ന സ്വപ്നം കണ്ടു, നാളെ ഖിയാമത്ത് നാളാണ്, ഇത് 150 കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. എന്നിട്ട് ഫോട്ടോ കോപ്പി മെഷീൻ, അപ്പോൾ ഏതെങ്കിലും സെറോക്സ് ഫോട്ടോ കോപ്പിക്കാർക്ക് കച്ചവടമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും സംഭവം. എന്നിട്ട് ഉമ്മാര് പേപ്പർ എടുത്ത് പോകും, കുട്ടി എനിക്കൊരു 150 കോപ്പി. അപ്പൊ അയലോക്കാർ, എനിക്ക് വേണ്ടി 150 കോപ്പി അല്ലെ പുര പുളിഞ്ഞാടുന്നാ പറഞ്ഞത്, എന്നാൽ എനിക്കൊരു 150 കോപ്പി. അങ്ങനെ തലിംവാലില്ലാത്ത സ്വപ്നത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷെയ്ഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മുക്രി തന്നെ ഇമാമെന്നെ അവിടെ ഇല്ലായിരുന്നു അന്ന് മക്കത്ത്. ഈ സംഭവം ഇറങ്ങുന്നത് കുറെ ഇടക്കിടക്ക് വരാറുണ്ട് ഈ നോട്ടീസ്. ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പോ ഇതല്ല സത്യസന്ധമായ സ്വപ്നം. സത്യസന്ധമായ സ്വപ്നം മുബശ്ശിറാത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് നൽകിയ ചില വസിയത്തുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. പുണ്യനബി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഹബീബിന്റെ വസിയത്താണ്, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ബോട്ടിലാണെങ്കിലും കപ്പലിലാണെങ്കിലും കരയിലാണെങ്കിലും നിസ്കാരത്തിന്റെ നേരമായാൽ ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണേ. അസ്വലാ എവിടെയാണെങ്കിലും വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ ശരിക്കും നോക്കേണമേ. അതിൽ അടിമകളുണ്ട്, ജോലിക്കാരുണ്ടാകാം, നിങ്ങളുടെ ഭാര്യമാര്, മക്കള്. നിങ്ങൾ അവരെ ശരിക്കും നോക്കണേ, അവരെ പരിപാലിക്കണേ, അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുതേ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാഉം മാത്രമല്ല, സുന്നത്തുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും മരണം ആസന്നമാകുന്ന നേരത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. ഈ പറഞ്ഞ ഹദീസ് മരിക്കണ വരെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ വിജയത്തിന്റെ താക്കോലാണ്. നമ്മൾ എന്തൊക്കെ ഗുരുത്തക്കേട് ജീവിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കണം, തൗബ ചെയ്യണം. എങ്ങാനും നമ്മൾ മരണമാസന്നമാകുന്ന നേരത്ത് ലോകത്തോട് വിട പറയുകയാണ്, ഒരു ഡെഡ്ലി ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്, സങ്കല്പിക്കുക. കുറച്ചു നേരമൊക്കെ ബോധം ഉണ്ടാവും. വലിയ ആക്സിഡന്റൊക്കെ ആയ ഒന്ന് വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നേരമുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല, അപ്പോഴേക്കും തിരിച്ചു വീഴും ചെയ്യും. ആ ഒരു നേരം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. എന്റെ റബ്ബിനിക്ക് മാപ്പ് തരും, എന്റെ റബ്ബിനിക്ക് പുറത്തു തരും. ഞാൻ എന്റെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഖബറിലേക്ക് നീങ്ങുന്ന എന്റെ യാത്ര എന്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. എന്റെ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു എനിക്ക് മാപ്പ് തരും. അല്ലാഹുമ്മ ഗ്ഫിർലി, മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ചോദിച്ച് അള്ളാഹു പുറത്തു തരും എന്ന് തന്നെ വിചാരിക്കണേ. ഏത് തെറ്റുകള്? നിങ്ങളും പടച്ചവനും തമ്മിലെ തെറ്റുകൾ അങ്ങനെയാണ്. നിങ്ങളും പടപ്പുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കേണ്ടി വരും.
അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഉത്തർന്ന് ഇങ്ങനെ എഴുതുന്ന കുട്ടികളോട് പറയുന്നത്. ഇത് എഴുതാനും ഭയങ്കര രസമാണ്. അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ എഴുതി വിടുക, കുറെ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുക, കുറെ ലൈക്ക് ഇങ്ങനെ കിട്ടുക. പച്ച ഗീബത്തും നമീമത്തല്ലേ എഴുതി വിടുന്നത് മനുഷ്യന്മാരെ കുറിച്ച്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിക്കുക? അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ആരൊക്കെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത് അവരൊക്കെ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ മുഅ്മിനീങ്ങളാണെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെട്ടെന്ത് ചെയ്തു? അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ആവേശം കിട്ടണമെങ്കിൽ ഇത് എഴുതിക്കോളി എന്ന് പറയുമ്പോൾ ആവേശം ഉണ്ടാവുള്ളൂ. ഞാനതല്ല പറയാ. മോശപ്പെട്ടത് എഴുതരുത്, ഗീബത്തിന് മീമത്തുകൾ എഴുതരുത്. സയ്യിദന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, ഒരു സ്രാമ്യ പള്ളി പോലും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളൊക്കെ കുതിര കയറാൻ വേണ്ടി വരിക. ചെയ്യരുത്. എന്ത് ഗുരുതരമായ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മിണ്ടാണ്ടിരുന്നോ? ചെയ്തവർ അവരുടെ അമല് കൊണ്ട് അവർ രക്ഷപ്പെടും. നീയോ എന്റെ ഫേസ്ബുക്ക് പേജ് കൊണ്ട് രക്ഷപ്പെടുന്ന വിചാരിക്കുന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളും പടച്ചവനും തമ്മിലുള്ള വിഷയം അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക, അള്ളാഹു പുറത്തു തരും. പടപ്പുകൾ തമ്മിലുള്ളതോ അവരോട് പൊരുത്തപ്പെടിക്കണ്ടേ മരണത്തിന്റെ മുമ്പ്? അതിന് സാധിക്കണമെന്നുണ്ടോ? നിങ്ങൾ എഴുതി വിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് എത്രയായിരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഡിലീറ്റ് അടിച്ചാലും അതെന്ത് ചെയ്യും? പലരും അപ്പോഴേക്കും സേവ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിലല്ലേ ആ പാപഭാരങ്ങൾ വരുന്നത്? അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഹു ഈസ് ദ റിയൽ ബാങ്ക്രപ്റ്റ്? നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ ആരാണ്? പൈസ ഇല്ലാത്തവനും വീട് കുത്തിരിച്ചു പോയവനൊന്നല്ല. ഈ നന്മകളുമായി എല്ലാ നന്മകളും കൊണ്ട് പരലോകത്തേക്ക് എത്തി. പക്ഷെ അവിടെ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും, റബ്ബേ ഇവൻ എന്നോട് പൊരുത്തപ്പെടിച്ചിട്ടില്ല, എനിക്ക് എന്റെ ഹക്ക് വേണം. അവൻ ചെയ്ത മുഴുവൻ അമലും ഇവർക്ക് അങ്ങനെ എടുത്തെടുത്ത് കൊടുത്ത് തീരും. പരാതിക്കാർ ബാക്കിൽ വേറെയുണ്ട്. അപ്പോ കൊടുക്കാൻ നന്മയില്ല. അവരുടെ തെറ്റുകൾ ഇവന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ ഈ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടും. അവനാണ് പാപ്പരായവൻ. നല്ല സ്വാലിഹായ അമലുകളുമായി വന്നവനാ. പക്ഷെ നാവിനും വിരലിനും ലൈസൻസ് ഇല്ല. വിരലെന്ന് പറഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്യാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞു. ലൈസൻസ് ഇല്ലായിരുന്നു. അമല് നഷ്ടപ്പെടും. പിന്നെ അപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. വലാകിന്നകും ലാ തുഹിബ്ബൂന അന്നാസിഹീൻ. ശുഐബ് നബി പറയാ, ഉപദേശിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നല്ലത് പറഞ്ഞവരുടെ ഇഷ്ടമല്ലല്ലോ? ഇല്ല. നിങ്ങൾ എഴുതിക്കോ എന്നാണ് പറയണം. നിങ്ങൾ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോ എന്ന് പറയുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നല്ലേ? നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുന്നവരെ നിങ്ങൾ എന്താ ഇഷ്ടപ്പെടാത്തത്? ശുഐബ് നബിയുടെ ചോദ്യമാണ്. വലാകിന്നകും ലാ തുഹിബ്ബൂന അന്നാസിഹീൻ. അഹ്സിനു ظن بالله لا يموتن أحدكم إلا وهو يحسن الظن بالله. അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. മരണമാസന്നമാകുമ്പോഴെങ്കിലും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണം. പാപ്പയോ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ മരിക്കുകയാണ്, രോഗശയ്യയിലാണ്, സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. ഈ ദുന്യാവിന്റെ കഷ്ടപ്പാടവും വേദനയും എല്ലാം കഴിഞ്ഞ് അള്ളാഹു നിങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. കാരണം അന ഇൻദ ഹുസ്നി ظن അബ്ദി ബി വഅന മഅഹു ഹൈതു യദ്കുറുനി. എന്നെപ്പറ്റി എങ്ങനെയാണോ എന്റെ അടിമകൾ എന്നെപ്പറ്റി വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ അള്ളാഹു അങ്ങനെയാണ്. മക്കളൊക്കെ നന്നാവും, എന്റെ മക്കളെ അള്ളാഹു നന്നാക്കി തരും എന്ന് വിചാരിച്ചോ, മക്കളെ അള്ളാഹു നന്നാക്കി തന്നിരിക്കും. നേരെ മറിച്ച് സ്കൂളിൽ പോണ കാലത്ത് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, ആൺകുട്ടികളായും പെൺകുട്ടികളായാലും. എന്റെ മകൻ പോയി, എന്റെ മോള് പോക്കാണ്, അവളിഞ്ഞ് നന്നാവില്ല, അവൻ നന്നാവില്ല, അള്ളാഹു ഇനി അവന് ഹിദായത്ത് കൊടുക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, കാര്യങ്ങൾ ചിലപ്പോൾ ആ വഴിയിലേക്ക് നീങ്ങിയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലതേ പറയാവൂ, മക്കൾക്ക് വേണ്ടി നല്ലതിനെ ദുആയിരക്കാവൂ. അന ഇൻദ ഹുസ്നി ظن അബ്ദി ബി വഅന മഅഹു ഹൈതു യദ്കുറുനി. എവിടെയെല്ലാമാണ് അവൻ എന്നെക്കുറിച്ച് ഓർക്കുന്നത്, ഞാൻ അവിടെയുണ്ട്. അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സാമീപ്യം അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിലുണ്ട്. നല്ലത് വിചാരിക്കണം. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ നല്ലതാണ് സംഭവിക്കുന്നത്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു.
ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് അവരെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണ്. ഖാലൂ, ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്നതിനെയാണോ നബിയെ പറയുന്നത്? ഞങ്ങളൊക്കെ മരിക്കാൻ വെറുക്കുന്നവർ തന്നെയല്ലേ? നമുക്കൊക്കെ തോന്നുന്നില്ല ഇപ്പൊ മരിക്കണ്ട എന്ന്. അങ്ങനെ വന്നാൽ അള്ളാഹുവിനെ ഞങ്ങളെ കാണാൻ വെറുപ്പാണ് എന്നാണോ അർത്ഥം? ഫകുല്ലുനാ യക്റഹുൽ മൗത്ത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യവാൻ നബി തങ്ങൾ പറഞ്ഞു, അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നൽ അബ്ദൽ മുഅ്മിന, സത്യവിശ്വാസിയായ ഒരാൾ, ഇദാ ഹുദിറ, ആ മനുഷ്യന് മരണമാസന്നമായാൽ, ബുശ്ശിറ ബിറഹ്മത്തിൻ മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നു എന്ന് മലക്കുകൾ ആ മനുഷ്യന് ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫഫരിഹ, മരിക്കാൻ പോവാൻ മലക്കൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, സ്വർഗം ഇങ്ങോട്ടാ പോരുന്നിട്ടോ, വരുന്നില്ലേ? അപ്പൊ സന്തോഷിക്കും. അപ്പൊ ഉപ്പ പുഞ്ചിരിക്കും. പറഞ്ഞ ചില മയ്യത്തെ കുളിപ്പിച്ചപ്പോ എന്തൊരു പുഞ്ചിരിയായിരുന്നു ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഉപ്പാക്ക്. ഇങ്ങനെ പുഞ്ചിരിച്ചൊരു മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്വർഗം കാണുമ്പോ അവര് സന്തോഷിക്കും. ഫഫരിഹ വഅഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹുവിന്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോ അള്ളാഹുവിനെ കാണാൻ ആ മയ്യത്ത് കൊതിക്കും. ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ആ ആളെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാവും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മരണമാസന്നമാകുന്ന നേരം നമ്മുടെ ജീവിതത്തിന്റെ വിജയപരാജയം നിർണയിക്കപ്പെടുന്ന സമയമാണത്. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു നല്ല ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഇടയിലുള്ള ഈ ഓട്ടാണ് ഇതൊക്കെ. കഴിഞ്ഞ അവസാനം വരാവുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻഡിങ് പോയിന്റ് ഇവിടെയായിരിക്കണം. വഇന്നൽ കാഫിറ ഇദാ ഹുദിറ ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, പടച്ചവനെ നിഷേധിക്കുന്നവർ, അങ്ങനത്തെ ചില ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കയറിയിട്ട് കമന്റ് ഇട്ട് അതിനൊക്കെ തംസപ്പും കൊടുത്ത് ലൈക്കും ചെയ്ത് അവരുടെ കൂടെ കൂടി നടന്നവർ, ഇദാ ഹുദിറ, മരണം അവർക്ക് ആസന്നമാകുമ്പോൾ, ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപം അവർക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. വഅദാബ്, നരകത്തിന്റെ അദാബിന്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാനില്ല ഫകരിഹ ലിഖാ അല്ലാഹ്, ആ ഒരു തീയിന്റെ ചൂടിലേക്ക്, തീജ്വാലകളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ദൈവനിഷേധികൾ ആർത്ത് നിലവിളിക്കും. ഫകരിഹല്ലാഹു ലിഖാഅഹു, ആ മനുഷ്യനെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാകും എന്ന് പുണ്യ റസൂൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. യാ റബ്ബി ഇൻ അലുമത് ദുനൂബി കസറതൻ فلقد علمت بأن عفوك أعظم. يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم. إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب. ربي دعوتك ما أمرت تضرعا فإذا رددت يدي فمن ذا يرحم. അല്ലാഹുവേ, പാപങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയ ഞങ്ങൾ പാപികൾക്ക് മുട്ടാനുള്ള വാതിൽ നിന്റേതല്ലയോ റബ്ബേ? ആ വാതിൽ നീ അടച്ചുപൂട്ടിയാൽ ഏത് വാതിലാണ് റബ്ബേ ഞങ്ങൾ ചെന്ന് മുട്ടുന്നത്? അള്ളാഹുവിന്റെ ബാബിലല്ലേ നമുക്ക് മുട്ടാൻ കഴിയൂ. അതുകൊണ്ട് റബ്ബിനോട് മാപ്പ് ചെയ്തു തരാൻ പറയും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക الذين ലഅനഹും അല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും أفلا يتدبرون القرآن أم على قلوب أقفالها.
പുണ്യ നബി തങ്ങൾ ചെയ്ത വസിയത്ത്, നമ്മൾ നൂഹ് നബിന്റെ വസിയത്ത് കഴിഞ്ഞു, 2 സൂക്ഷിക്കണം, 2 ചെയ്യണം, 2 ചെയ്യരുത്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും വസിയത്ത് ചെയ്തത് പുണ്യ നബിയുടെ വസിയത്തുകളിലൂടെയാണ് വരുന്നത്. നിസ്കാരത്തെക്കുറിച്ച്, മുബശ്ശറാത്തുകളെക്കുറിച്ച്, ജസീറത്തുൽ അറബിൽ ദീനിന്റെ സ്ഥാനത്തെക്കുറിച്ച്. ഇനി ഇതാ അർഹാമക്കും അർഹാമക്കും, ഹബീബായ നബി അവസാനം പറഞ്ഞ ഹബീബിന്റെ ചില വാക്കുകളാണിത്, ഹദീസുകളാണ്. അർഹാമക്കും അർഹാമക്കും, ഹദീസാ, ചെറിയ ഒറ്റ വാക്കേ ഉള്ളൂ. അർഹാമക്കും അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുതേ, ചോരബന്ധങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണമേ. മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വെറുപ്പിക്കലും ചില ഉണ്ടാവും, അതൊക്കെ പുറത്തു പിടിക്കുന്നു. മരിക്കണവരെ മിണ്ടാണ്ട് നടക്കുക, ഒരു കല്യാണത്തിന് വിളിച്ചാലും പോവില്ല, ഇനി ഞാൻ നന്നാവൂല, എന്നെ വിളിക്കണ്ട, ഞാൻ ആ പുരയ്ക്ക് കാല് വെക്കൂല എന്നൊന്നും ഉമ്മമാരെ ഉപ്പമാരെ നമ്മളാരും പറയല്ലേ. ചെറിയ ജീവിതം എത്ര പെട്ടെന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് പൂതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും കുട്ടനെ കെട്ടിക്കാനായി. ഇതാണ് ജീവിതം, അത്ര പെട്ടെന്ന് തീരുന്ന ലോകമാണ്. ഇതിന്റെ ഇടയ്ക്കിന്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്, എന്റെ വീട്ടിൽ അവനെ ചവിട്ടാൻ വിടരുത്, ഇങ്ങനെയൊന്നും പറയണ്ട. മാപ്പ് ചെയ്ത് കൊടുക്കുക, ആരല്ല. അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളല്ലേ. ഇന്നത്തെ സദസ്യങ്ങൾ വന്ന് മുതലായിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ്റുമെങ്കിൽ ഇന്നല്ലേ നാളെ രാവിലെ പിണക്കുള്ള വിഷയങ്ങളൊക്കെ ചെന്ന് പൊരുത്തപ്പെടിക്കും. പൊരുത്തപ്പെട്ടേക്ക്, അനുജനെ മാപ്പുതാ, എളാപ്പയോട് മൂത്താപ്പയോട് മാപ്പ് ചോദിക്കും, പൊരുത്തപ്പെടി. അമ്മായിയോട്, എളാമ്മയോട്, മൂത്തമ്മയോട് മാപ്പ് ചോദിച്ചാ കൊടുക്കണം. ഇങ്ങനെ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു തരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് പലർക്കും അറിയില്ല. മാപ്പ് ചോദിച്ചാൽ ഞാൻ പൊരുത്തപ്പെടൂല, അന്നേ പറഞ്ഞതല്ലേ, എന്റെ അടുത്തേക്ക് വരണ്ടെന്ന്, എന്തിനാ വന്ന്, അങ്ങനെയൊന്നും പറയരുത്. എന്നാ സാരല്ല, ഓക്കെ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റുകയും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണോ? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? സൂറത്ത് മുഹമ്മദാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാം അല്ലാഹു തആല? കുടുംബം, വാപ്പാനോട് മിണ്ടാത്ത മക്കൾ, ഉമ്മയോട് മിണ്ടാത്ത മക്കള്, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം പിണങ്ങി നിൽക്കുന്നവര്, അല്ലാഹു ശപിച്ചവരാണവർ. അല്ലാഹ് എന്താ വേണ്ടത്? നാല് ശാപുണ്ടാവും. ഈ വെറുപ്പ് മനസ്സിൽ കൊണ്ടുനടക്കാൻ പാടില്ല, അത് പുറത്തു വിടുക. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് എളുപ്പമല്ല കേട്ടോ. നിങ്ങൾ പുറത്തുകൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ മതിയെ, നിങ്ങൾ പോണവരെ ഞങ്ങൾ അയച്ചേക്കാം. നാളെ മുതൽ ഉംറക്ക് പോകുമ്പോണ്ടാ പരിപാടി. പൊരുത്തപ്പെടണേ, മുമ്പൊക്കെ നേരിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ഫോൺ വിളി, ഇപ്പം വാട്സപ്പിൽ കൂട്ട മെസ്സേജാ, ഞാൻ നാളെ പോവാണ്, ആരോടെ എന്ന് ഞാൻ പൊരുത്തപ്പെട്ടേക്ക്. അതൊന്നും പൊരുത്തപ്പെടിക്കലാവില്ല കേട്ടോ. ചെന്ന് ഓരോരുത്തരോടും ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരോട് ചെന്ന് പൊരുത്തപ്പെടിക്കില്ല. അല്ലാതെ കോമൺ ആയിട്ട് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഉംറ കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ അതിന്റെ അർത്ഥം. പോണവരെ അല്ലെ, ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പഴയ പരിപാടിനെ തുടങ്ങും, അതുവരെ ഒന്ന് പൊരുത്തപ്പെട്ടേക്കാണ്. അങ്ങനെയല്ല വേണ്ടത്. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു ശപിച്ചവരാണ് കുടുംബ ബന്ധം മുറിക്കുന്നവര്, നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവര്. ഫഅസമ്മഹും, അവരൊന്നും ആര് പറഞ്ഞാലും നല്ലത് കേൾക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. വഅമാ അബ്സാറഹും, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു. ഒരു നന്മയും പിന്നെ അവർ കാണില്ല. ആരോടാ ദേഷ്യം? അവരിൽ ഒരു നന്മയും കാണില്ല. ഒരാളോട് ഇഷ്ടമാണോ? അവരുടെ ഒരു തിന്മയും കാണൂല. അങ്ങനെയല്ലേ? നല്ല ഇഷ്ടത്തിലാണ്. എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും അവിടെ പ്രശ്നമില്ല. ഇഷ്ടക്കേടുണ്ടോ പറയുന്നത് തുമ്മണത് വരെ കുറ്റായിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഖുർആൻ നിങ്ങളോട് പറയുന്ന ഈ ആശയങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണത് അനുസരിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ മൈൻഡുകളും പൂട്ടിയിരിക്കുകയാണോ? ഈ പറയുന്ന സത്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ,
കുടുംബബന്ധം മുറിച്ച ആൾക്ക് സ്വർഗം പ്രവേശനമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സ്വഹാബികളുടെ ചില വസിയത്തുകളിലേക്കാണ്. സമയമില്ല, തങ്ങൾക്ക് പെട്ടെന്ന് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം ഒരു 6 മിനിറ്റ് കുറച്ചുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ സമയത്തിൽ നിന്ന് തങ്ങളുടെ പ്രാർത്ഥനയും എന്താ നമ്മുടെ പരിപാടി പിരിയുകയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതിൽ നല്ലതുണ്ടാവും, ഏറ്റവും നല്ലതുണ്ടാവും. അത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക. ഖുർആനെ സംബന്ധിച്ച് അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞു. നമ്മൾ കേട്ട ഖുർആനിൽ الذين يتبعون القول فيتبعون أحسنه. ഖുർആൻ കേൾക്കുകയും അതിൽ ഹസനും അഹ്സനേ ഉള്ളൂ, നല്ലതും ഏറ്റവും നല്ലതും ഇതാ ഖുർആനിലുള്ളൂ. അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം എന്നാണ്. കേടും നല്ലതെന്നല്ല, നല്ലതും ഏറ്റവും നല്ലതും. അതിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇടക്കപിടിസ്ഥാനോട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമ്പോഴേ നമ്മുടെ സോളാറിന്റെ എന്തായി, ഒക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് റെഡിയായി, അതിന്റെ ഫണ്ടൊക്കെ കിട്ടി എന്ന് കേൾക്കാനാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി കഴിയുമ്പോഴേക്കും നല്ലൊരു നിയ്യത്ത് എല്ലാ വീട്ടുകാരും ഒന്ന് നിയ്യത്ത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഈ ഒരു വസന്തം ഈ നാടിൽ ലഭിച്ച വലിയൊരു സുഗന്ധമാണ്. നമ്മുടെ അഷ്റഫി ഉസ്താദിന്റെ ഈ ദർസ് അത് കാലാകാലങ്ങളിൽ ഇവിടെ നിലനിൽക്കണം. അതിന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ തൗഫീഖും അല്ലാഹു നൽകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ വിഷയം, ഒരു കുട്ടി ചൂണ്ടയെറിഞ്ഞ് കണ്ണിൽ കൊണ്ടിട്ട് കണ്ണിന്റെ കാഴ്ചക്കൊരു പ്രയാസം വന്നൊരു സർജറിക്ക് വിധേയനായ ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ നീ ശിഫ നൽകണമേ തമ്പുരാനെ. വേറെയും ദുആ വസിയത്തുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഇരിക്കട്ടോ. ബഹുമാനായ തങ്ങളെ നമുക്കിന്ന് വലിയ ഭാഗ്യമായിട്ട് കിട്ടിയതാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ചാലിയത്ത് പക്ഷേ ആദ്യമായിട്ടായിരിക്കും സഫാനങ്ങൾ വരുന്നത്. കേരളത്തിൽ നമ്മൾ തെക്കൻ പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് മംഗലാപുരത്തൊക്കെ നമ്മൾ പരിപാടിക്ക് ചെന്നാൽ എല്ലാ സ്ഥലത്തും ദുആക്ക് നേതൃത്വം നൽകുന്ന സഫാനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ചാലിയത്തേക്ക് തങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത്. ഞാനാണ് ഡേറ്റ് എന്താണെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിൽ അവിടെ നമുക്കും ഒരു ചുമതലയുണ്ട്. ആ നിലക്ക് അവിടെ പോയപ്പോൾ ബഹുമാന തങ്ങൾ സന്തോഷം